ിന്റെ വെസ്റ്റ് വില്ലേജ് കമ്മിറ്റി ഭാരവാഹികളായിട്ടുള്ള ഭാരവാഹികളെ, സമീർ സാർ, വേദിയിരിക്കുന്ന ആരാധ്യരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, പ്രിയ കൂട്ടുകാരെ, കൂട്ടുകാരെ എന്ന് വിളിക്കുമ്പോൾ ഒരു ലോഗ്യം പറയണേ, ഒരു മറുപടി പറയണേ. കൂട്ടുകാരെ ആ പോരാ, ഒരു കഞ്ഞി കുടിക്കാതെ വല്ല കൂട്ടുകാരെ അതുപോരാ, എന്നെ ഒച്ചത്ത് പറഞ്ഞേ കൂട്ടുകാരെ. എല്ലാരും ഹാപ്പി അല്ലേ? ആണോ? എന്നാൽ എല്ലാരും ഒന്ന് കൈയടിച്ച്. ഈ ഞമ്മക്ക് ബലിയാക്കില്ലേ, എല്ലാ മുതിർന്ന ആളിലും ഒരു കുട്ടി കൈയടിക്കാനും പാട്ടുപാടാനും എല്ലാം സന്തോഷിക്കുന്ന ഒരു കുട്ടി എല്ലാവരുടെ മനസ്സിലുണ്ട്. ഈ കുട്ടികളുടെ നിലയിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ കഴിയുമെങ്കിൽ നിങ്ങളൊന്ന് കൈയടിച്ചു. ഇടുന്ന കൈയടിക്കാൻ, പാട്ടുപാടാൻ. ശരി, ഒന്നും കൂടി കൈയടിച്ചേ. ഒരു താളത്തിലാക്കിയല്ലോ നമുക്കതിനെ. ഒരു താളത്തെ കൈയടിച്ചേ. 1 2 1 2 3 1 2 1 2 3 1 2 1 2 3 1. മനസ്സിൽ പറഞ്ഞാൽ മതി. കൈയടിച്ചേ, ഒച്ചത്ത് കൈയടിച്ചേ. തെറ്റുണ്ട് അടിയോ വരുന്നത്. ആ ബാക്കിലുള്ള ആള് കൈയടിക്കുന്നില്ലേ? 1 2 1 2 3 1 2 1 2 3 1 2 1 2 3. മനസ്സിൽ പറഞ്ഞോ. താളം തെറ്റുന്നുണ്ടോ എന്ന് ഞാൻ നോക്കുന്നുണ്ട്. ആരാ കൈയടിക്കാത്തോ നോക്കുന്നുണ്ട്. ഇതാ ബാക്കിൽ അതാ അവിടെ കൈയടിക്കുന്നില്ല. പോട്ടെ, എന്തിനാ നമ്മളിവിടെ ഇരുന്നത് ഇങ്ങനെ? ഇതെന്തിനാ എല്ലാരും വന്നിങ്ങനെ ഇരുന്നിന്? പറഞ്ഞോ, വെറുതെ ഇരുന്ന എന്തിനാ ഇരുന്ന? എന്തിനാ നിങ്ങളിവിടെ വന്നിരുന്ന? ചിരിക്കാനാ? എന്നാ ശരി. ബാലസംഘത്തിന്റെ ഒരു പരിപാടിയുണ്ട് ഇവിടെ അല്ലേ? എന്നാ പരിപാടിയുടെ പേര്? വേനൽ തുമ്പി ഉണ്ട്. അത് കൂടാതെ സമീർ സാറിന്റെ ക്ലാസ്സും. ശരി, ബാലസംഘം ഇതാരാ സംഘടിപ്പിക്കുന്നവരാ? ഏത് സംഘടനയാ സംഘടിപ്പിക്കുന്നത്? ആ സംഘടനയുടെ പേരെന്താ? ആ സംഘടനക്ക് നിങ്ങളിലും അംഗങ്ങളായിട്ടുള്ള ഒരു സംഘടന ഇല്ലേ? അതിന്റെ പേരെന്താ? ബാലസംഘം. ശരി, ആ ബാലസംഘം ആരുടെ സംഘടനയാ? കുട്ടികളുടെ സംഘടന. ബാലസംഘം കുട്ടികളുടെ സംഘടന. എന്തിനാണ് ബാലസംഘം? നമുക്ക് കളിക്കാൻ. അതാണ്, നന്നായി കളിക്കാനാണ് ബാലസംഘം. പിന്നെയോ നന്നായി കളിക്കാൻ മാത്രം, നന്നായി ഡാൻസ് ചെയ്യാൻ, പാട്ടുപാടാൻ. നിങ്ങൾക്കൊന്നും പറയാനില്ലേ? എന്തിനാണ് ബാലസംഘം? ആ ബാക്കിലുള്ള ആള് പറഞ്ഞേ, എന്തിനാ ബാലസംഘം? നന്നായി പഠിക്കാൻ, നന്നായി കളിക്കാൻ, നന്നായി ചിരിക്കാൻ, നന്നായി പാട്ടുപാടാൻ, പാട്ടെഴുതാൻ, അന്ധവിശ്വാസങ്ങളെ ഇല്ലാതാക്കാൻ, കുട്ടികളുടെ അവകാശങ്ങൾ നേടിയെടുക്കാൻ. കുട്ടികളുടെ അവകാശം കളിക്കുക എന്നുള്ളത് കുട്ടികളുടെ അവകാശമാണ്. നിങ്ങൾക്ക് അവകാശം നിഷേധിക്കുന്നുണ്ടോ?
കളിക്കാൻ കഴിയുന്നുണ്ടാ? നന്നായി കളിക്കാൻ കഴിയുന്നുണ്ട്. ശരി, നിങ്ങൾക്ക് ഭക്ഷണം കിട്ടുക എന്നുള്ളത് കുട്ടികളുടെ അവകാശം. രക്ഷിതാക്കളുടെ ഒത്ത് സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളത് നിങ്ങളുടെ അവകാശം. അതെല്ലാം കഴിയുന്നില്ലേ? എന്നാ ഗാസയിലെ കുട്ടികളോ? ഗാസ എന്ന് കേട്ടിരുന്നു നിങ്ങള് ഇല്ലേ? പലസ്തീൻ ബോംബിടുന്ന പലസ്തീനില്ലേ? അവിടെയുള്ള കുട്ടികളുടെ അവസ്ഥ എന്താ? അവർക്ക് ഭക്ഷണമില്ല, മരുന്നില്ല, എപ്പോഴും ബോംബ് വർഷം. കുട്ടികളുടെ അവകാശം അവിടെ ഇല്ലാതാവുകയാണ്. ശരി, എല്ലാരും ഒന്നുകൂടി കൈയടിച്ചേ. 1 2 1 2 3 1 2 1 2 3. ബാക്കില് 1 2 1 2 3. ആൺകുട്ടിയേക്കും കൈയടിക്കാം. 1 2 1 2 3. അടി അടി ഒച്ചത്തില്. ഇനി ഇത് അടിക്കാതെ നമുക്കൊരു പാട്ട് പാടി വെക്കുക. കൂടെ പാടണം, വെറുതെ നിൽക്കരുത് കേട്ടോ. ശരി, പാടിക്കൊള്ളേ. ഒത്തുപിടിച്ചോളിൻ നമ്മള് ഒന്നായി നിന്നോളിൻ. ഒന്നിച്ചു പാടിയൊക്കെ. ഒത്തുപിടിച്ചോളിൻ നമ്മള് ഒന്നായി നിന്നോളിൻ. പാടിയേ. ഒത്തുപിടിച്ചോളിൻ നമ്മള് ഒന്നായി നിന്നോളിൻ. കൈയടിച്ചു പാടിയേ. ഒത്തുപിടിച്ചോളിൻ നമ്മള് ഒന്നായി നിന്നോളിൻ. അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ. അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ. ഒത്തുപിടിച്ചോളിൻ നമ്മള് ഒന്നായി നിന്നോളിൻ. അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ. നമ്മള് കണ്ടു പഠിച്ചോളിൻ. ഓലഞ്ഞാല് കിളിയോടൊപ്പം ഒത്തു പറന്നോളിൻ. കൂടെ പാടൂ. ഓലഞ്ഞാല് കിളിയോടൊപ്പം ഒത്തു പറന്നോളിൻ. എന്താ? ഒത്തിരി 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 കാര്യം കണ്ടു പറന്നോളിൻ. ഒത്തിരി 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 കാര്യം കണ്ടു പറന്നോളിൻ. ആ ഒത്തുപിടിച്ചോളിൻ നമ്മള് ഒന്നായി നിന്നോളിൻ. അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ. നമ്മള് കണ്ടു പഠിച്ചോളിൻ. മാനം നോക്കി സഞ്ചാരത്തിന് തയ്യാറാണെങ്കിൽ മാനത്തെത്ര നക്ഷത്രങ്ങൾ എണ്ണിപ്പോയിക്കോളിൻ. എന്തെന്നാണ് എണ്ണേണ്ടത്? നക്ഷത്രങ്ങൾ എണ്ണണം. നിങ്ങൾ എണ്ണലണ്ട. എന്നാ ഇനി എണ്ണണം ഒന്നും കൂടി. മാനം നോക്കി സഞ്ചാരത്തിന് തയ്യാറാണെങ്കിൽ മാനത്തെത്ര നക്ഷത്രങ്ങൾ എണ്ണിപ്പോയിക്കോളിൻ. ആഹാ, എണ്ണിപ്പോയിക്കോളിൻ. ഒത്തുപിടിച്ചോളിൻ നമ്മള് ഒന്നായി നിന്നോളിൻ. അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ. നമ്മള് കണ്ടു പഠിച്ചോളിൻ. എന്റെ കൂടെ നിങ്ങൾ ചേരുന്നില്ലേ? ഉണ്ടാ? എന്നാ ഒന്നും കൂടി. മാനത്തോളം വലുതാകാൻ തയ്യാറാണെങ്കിൽ, ആഹാ തയ്യാറാണെങ്കിൽ, മാനത്തോളം വലുതാകാൻ തയ്യാറാണെങ്കിൽ, ആഹാ തയ്യാറാണെങ്കിൽ, മാനവരൊന്ന് നാം ഇന്നൊന്ന് ഒന്നായി പൊയ്ക്കോളിൻ. മാനവരൊന്ന് നാം ഇന്നൊന്ന് ഒന്നായി പോയിക്കോളിൻ. ഒത്തുപിടിച്ചോളിൻ. കൂടെ പടിയേ. ഒത്തുപിടിച്ചോളിൻ നമ്മള് ഒന്നായി നിന്നോളിൻ. അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ. നമ്മള് കണ്ടു പഠിച്ചോളിൻ. നമ്മള് കേട്ടു പഠിച്ചോളിൻ.
നമ്മൾ തൊട്ട് പഠിച്ചോളിൻ, നമ്മൾ ചെയ്ത് പഠിച്ചോളിൻ. എന്താ ചെയ്യേണ്ടത്? ചെയ്ത് പഠിക്കണം, തൊട്ടു പഠിക്കണം, കേട്ടു പഠിക്കണം. ഇങ്ങനെ ചെയ്യല്ലേ? ഒന്നും കൂടി എല്ലാരും കൂടെ ചേർന്നേ. ഒത്തുപിടിച്ചോളിൻ, നമ്മൾ ഒന്നായി നിന്നോളിൻ, അക്കരെ ഇക്കരെ എല്ലാം നോക്കി കണ്ടു വളർന്നോളിൻ, നമ്മൾ കണ്ടു പഠിച്ചോളിൻ. നിങ്ങൾ പാടിയിട്ടില്ലേ? എനിക്ക് ഭയങ്കര പ്രതിഷേധം. ശരി, ഈ നക്ഷത്രങ്ങളെ നിങ്ങൾ എണ്ണീട്ടുണ്ടാവും ഇല്ല? ഒന്ന് രാത്രിയല്ല ആകാശത്ത് നോക്കണം. നിങ്ങൾക്കെല്ലാം ഒരു ജന്മനക്ഷത്രമുണ്ട്, അറിയോ? ആർക്ക്? എല്ലാവർക്കും ജനിക്കുന്ന സമയത്തൊരു നക്ഷത്രമുണ്ട്. അശ്വതി, ഭരണി, കാർത്തിക എന്നെല്ലാം കേട്ടിനോ? ആ നക്ഷത്രങ്ങളെല്ലാം ആകാശത്തുണ്ട്. നിങ്ങൾ ജനിക്കുന്ന സമയത്ത് ചന്ദ്രൻ എവിടെയാണോ ഉള്ളത് അതിനെ വെച്ചുകൊണ്ടാണ് നിങ്ങൾ ജന്മ നക്ഷത്രം കണക്കാക്കുന്നത്. ആ നക്ഷത്രങ്ങളെല്ലാം ആകാശത്തുണ്ട്. നമ്മളെ നക്ഷത്രം ഏതാ? നമ്മളെ ഭൂമിയുടെ നക്ഷത്രം ഏതാ? ഭൂമി ചുറ്റുന്നൊരു നക്ഷത്രമല്ലേ? ആ നക്ഷത്രത്തിന്റെ പേരെന്താ? സൂര്യൻ. ശരി, സൂര്യനും ഗ്രഹങ്ങളും ചേർന്നാൽ എന്താ പറയാ? സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ചേർന്നാൽ അതിനൊരു പേരുണ്ട്. എന്താ പേര്? അറിഞ്ഞൂടാ? സൗരയൂഥം. കേട്ടിനാണ്? കേട്ടിന്, സൗരയൂഥം. ഇനി ഈ സൗരയൂഥവും സൂര്യനും സൂര്യനെ കൂടെ കുറെ നക്ഷത്രങ്ങളും ചേർന്നതിനെ നമ്മൾ മറ്റൊരു പേരുണ്ട്, അതറിയോ നിങ്ങൾക്ക്? ക്ഷീരപഥം എന്ന് പറയും. ക്ഷീരപഥം. അതിൽ എത്ര നക്ഷത്രങ്ങളുണ്ട്? 10 ലക്ഷക്കണക്കിന് നക്ഷത്ര അതില്. പിടിച്ചോ, ആകാശത്ത് പോ. നിങ്ങളെ ഈ നമ്മൾ കാണുന്ന രാത്രി കാണുന്ന ചില നക്ഷത്രമില്ലേ? ആ നക്ഷത്രം അവിടത്തേക്ക് നിങ്ങളൊന്ന് ഫോണ് വിളിക്കുന്നെന്ന് വിചാരിച്ചോ? കഴിയൂല. നിങ്ങൾ വിചാരിക്കും. അങ്ങനെ വിചാരിച്ചിട്ട് നിങ്ങളൊന്ന് ഫോണ് വിളിക്കുക, ഹലോ എന്ന് വിളിക്കുക. അവിടെ എത്താൻ എത്ര കാലം എടുക്കുമെന്നറിയോ നിങ്ങൾ? ഹലോ 3 കൊല്ലം. എന്താ ഇതിന്റെ അഭിപ്രായം? 2 കൊല്ലം. എന്താ ബലിയാളുടെ അഭിപ്രായം? മുതിർന്നാളില്ലേ, എത്ര കൊല്ലം എടുക്കും? ഇവിടുന്ന് ഹലോ എന്ന് വിളിച്ചത് ശബ്ദം ഇങ്ങനെ പോയി അവിടെ എത്താൻ 500 കൊല്ലം എടുക്കും. നക്ഷത്രങ്ങളുണ്ട് 500 കൊല്ലം. അവിടുന്ന് ഇങ്ങോട്ടൊന്ന് ഫോൺ വിളിക്ക്, അത് 500 കൊല്ലം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയട്ടെ, ഇതിന്റെ അറ്റം എവിടെയാ? ഈ പ്രപഞ്ചത്തിന്റെ അറ്റ ഞാൻ പറഞ്ഞ അതെവിടെയാ? ആർക്കും കാണാൻ പറ്റുമോ? കാണാൻ പറ്റില്ല. നിങ്ങൾക്ക് പ്രപഞ്ചത്തിന്റെ അതിരുകൾ കാണാൻ കഴിയില്ല. അടിയുള്ളത് അതാണ്, അതും ശരിയാ. പ്രപഞ്ചത്തിന്റെ അതിരുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എന്ന് നിങ്ങളോട് പറഞ്ഞൊരു ശാസ്ത്രജ്ഞനുണ്ട്. അയാളുടെ പേര് സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന്. സ്റ്റീഫൻ ഹോക്കിംഗ്. ആ സ്റ്റീഫൻ എന്ന് പറഞ്ഞ പേര് സ്റ്റീഫൻ ഹോക്കിംഗ് അമേരിക്കക്കാരനാണ്. എന്താ അയാൾ പറയാൻ കാരണം എന്നറിയോ? നിങ്ങൾ എത്ര വേഗത്തിൽ വിമാനത്തിൽ പോയാൽ, ഈ ഭയങ്കര വേഗത്തിൽ നമ്മൾ അത്രയും വേഗതയുള്ള വിമാനത്തിൽ പോകുന്നു, എന്നാലും നിങ്ങൾക്ക് അതിന്റെ അറ്റം കാണാൻ കഴിയില്ല. കാരണം ഈ പ്രപഞ്ചം, ഈ നക്ഷത്രങ്ങളെല്ലാം തന്നെ ഒരു സെക്കൻഡിൽ 10 ലക്ഷം കിലോമീറ്റർ വേഗത്തിൽ ഇങ്ങനെ അകന്നുകൊണ്ടേയിരിക്കുകയാണ്. അതിന്റെ അറ്റത്തെത്താൻ നിങ്ങൾക്ക് കഴിയില്ല. അതിനേക്കാളും വേഗത്തിലായി ഈ ലോകം 4 ഭാഗത്തേക്കും ഇങ്ങനെ പ്രപഞ്ചം വികസിക്കുന്നു. അത് മാത്രമല്ല, സ്റ്റീഫൻ ഹോക്കിംഗ് ഒന്നും കൂടി പറഞ്ഞു, അത് കേൾക്കണം നിങ്ങൾ. നിങ്ങളെ ഭൂമി വിട്ടിട്ട് നിങ്ങൾ പോകും എന്ന് പറഞ്ഞു സ്റ്റീഫൻ ഹോക്കിംഗ്. ഭൂമിയിലെ ഇന്നത്തെ യന്ത്രങ്ങൾ
നിങ്ങള് ഈ റോബോട്ടെല്ലാം ഇല്ലേ, മനുഷ്യയന്ത്രമെല്ലാം ഇല്ലേ, അയാൾ പറഞ്ഞത്, സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞത്, ആ യന്ത്രങ്ങൾ ഒരു ദിവസം നിങ്ങളെ കീഴ്പ്പെടുത്തും. മനുഷ്യനെ യന്ത്രെന്നുള്ള സിനിമ കണ്ടില്ലേ, അതിലുള്ളതിനേക്കാളും വളരെ കഴിവുള്ള യന്ത്രങ്ങൾ ഉണ്ടാകും. ആ യന്ത്രങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തും. അവരെ പേടിച്ചിട്ട് അവരിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് മനുഷ്യൻ ഈ ഭൂമി വിടും എന്നാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ഒന്ന് പ്രവചിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കിയട്ടെ, നിങ്ങളെ കാര്യമായിട്ടപ്പുറോ ഈ കുഞ്ഞിപ്പീടിയെല്ലാം വിട്ടിട്ട് നിങ്ങൾ മറ്റു ഗ്രഹത്തിലേക്ക് പോകും. ഏത് സൂര്യന്റെ ഗ്രഹത്തിലേക്കല്ല, അതിന്റെ എല്ലാം അപ്പുറമുള്ള ഗ്രഹത്തിലേക്ക് മനുഷ്യൻ പോകുമെന്നാണ് സ്റ്റീഫൻ ഹോക്കിംഗ് പറയുന്നത്. അദ്ദേഹം ഒന്നുകൂടി പറഞ്ഞു, ഒരു ദിവസം ഈ ഭൂമി സൂര്യൻ കത്തിച്ചാമ്പലാകും. നിങ്ങളെ പ്രകാശിക്കുന്ന സൂര്യനില്ലേ, അത് കത്തിച്ചാമ്പലാകും, അത് കരിയാകും. അങ്ങനെ കരിയായാൽ ഇപ്പൊ അവിടെ നടക്കുന്നത് ഹൈഡ്രജൻ ഹീലിയാകുന്ന പ്രവർത്തനമാണ്. അത് ലിത്തിയാകും, ലിത്തിയം കഴിഞ്ഞിട്ട് കാർബൺ കരിയാകും. കരിയാകുമ്പോൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഗ്രഹങ്ങൾ, ഭൂമിയെല്ലാം വിട്ട് തെറിച്ചു പോകും. അപ്പൊ നിങ്ങൾ എവിടെയാ ഉണ്ടാവുക? അങ്ങനെ സൂര്യനും ഈ ഗ്രഹങ്ങളും ഭൂമിയും എല്ലാം നശിക്കുമെന്നാണ് സ്റ്റീഫൻ ഹോക്കിംഗ് പറഞ്ഞത്. ഒരു ചെറിയ പടി ഇട്ട നിങ്ങൾക്ക് സമയം നേരം. സ്റ്റീഫൻ ഹോക്കിങ്ങിനെ നിങ്ങൾ അറിയണം, അത് വളരെ പ്രധാനമാണ്. നിങ്ങൾക്കൊരു ആവേശമാണ്. സ്റ്റീഫൻ ഹോക്കിംഗ് എന്ന് പറയുന്നത്, ഇദ്ദേഹം ഇതെല്ലാം പ്രവചിക്കുന്നത് എവിടെ നിന്നാണെന്നറിയോ? നിങ്ങൾ ഒരു വീൽ ചെയറിൽ, അയാളുടെ ശരീരം അയാൾക്ക് അരങ്ങാൻ കഴിയില്ല. വീൽ ചെയറിൽ കൂനിക്കൂടി ഇങ്ങനെ ഇരിക്കും അയാൾ. എന്താ കൂനിക്കൂടിയിരിക്കാൻ കാരണം എന്ന് വെച്ചാൽ തല നിവർത്ത് വെക്കാൻ അയാൾക്ക് കഴിയില്ല, കൈ ചലിപ്പിക്കാൻ കഴിയില്ല, കാല് ചലിപ്പിക്കാൻ കഴിയില്ല. എന്നാൽ അദ്ദേഹം പ്രസംഗിക്കുന്നത് അദ്ദേഹത്തിന്റെ ശബ്ദമല്ല, കാരണം അദ്ദേഹത്തിന് സംസാരശേഷി നഷ്ടപ്പെട്ടു. അദ്ദേഹത്തിന്റെ ഒരു യന്ത്രമുണ്ട്, ആ യന്ത്രമാണ് നിങ്ങളോട് സംസാരിക്കുന്നത്. അദ്ദേഹത്തിന്റെ തലയിലെല്ലാം ഘടിപ്പിച്ച ചില ആപ്ലിക്കേഷൻ വെച്ചിട്ട് യന്ത്രം നിങ്ങളോട് സംസാരിക്കും. അദ്ദേഹത്തിന്റെ ഒരു പുസ്തകം, കാലത്തിനെ കുറിച്ച് അദ്ദേഹം എഴുതിയ ഒരു പുസ്തകം 1 കോടിയിലധികമാണ് വിറ്റുപോയത്. 1 കോടിയിലധികം. അന്ന് പ്രസിദ്ധീകരിച്ച ഉടനെ 40 ഭാഷകളിൽ അത് തർജ്ജമ ചെയ്തു. 21ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് ഒരു രോഗം വന്നു, മോട്ടോർ ന്യൂറോൺ എന്നത്. ഡോക്ടർമാർ പറഞ്ഞത് ഇദ്ദേഹം 2 കൊല്ലം ജീവിക്കുമെന്നാണ്. പിന്നീട് അദ്ദേഹം സ്ഥിരം വായന, ചിന്ത, അതിനെപ്പറ്റി ചിന്തിക്കും, അതിനെപ്പറ്റി എഴുതും, പരീക്ഷണങ്ങൾ നടത്തും. ഈ സൂര്യനിലുള്ള കറുത്ത കുത്തില്ലേ, തമോഗർത്തം എന്നെല്ലാം പറയുന്നതിനെ കുറിച്ച് പഠനം നടത്തിയ ആളാണ് ഞാൻ. അതെങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചല്ല. അപ്പോൾ 21 വയസ്സ് 2 കൊല്ലം അദ്ദേഹത്തിന് ആയുസ് കൊടുത്തു. 23 വയസ്സിൽ മരിക്കണം. അദ്ദേഹം മരിച്ചത് 76ാമത്തെ വയസ്സിലാണ്. 76ാമത്തെ വയസ്സിലാണ് സ്റ്റീഫൻ ഹോക്കിംഗ് മരിച്ചത്. വായനയിലൂടെ, ചിന്തയിലൂടെ, പ്രവർത്തനങ്ങളിലൂടെ, പരീക്ഷണങ്ങളിലൂടെ അദ്ദേഹത്തിന്റെ മരണത്തെ അദ്ദേഹം നീട്ടിവെപ്പിച്ചു എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു, എന്തു നഷ്ടപ്പെട്ടു എന്ന് ഞാൻ ആലോചിക്കാറേയില്ല, എനിക്ക് എന്തു നഷ്ടപ്പെട്ടു എന്ന് ഞാൻ ആലോചിക്കാറേയില്ല, എന്നിൽ എന്ത് ബാക്കിയുണ്ട് എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്കെല്ലാം നഷ്ടപ്പെട്ടു, പക്ഷെ അതിനെപ്പറ്റി ഞാൻ ആലോചിക്കുന്നില്ല. എന്ത് ബാക്കിയുണ്ട്, അതാണ് ഞാൻ ആലോചിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ നിർത്തുകയാണ്. നമ്മുടെ ക്ലാസ് നേരം പോയി പോകും. നമുക്ക് എല്ലാവരും, നമ്മൾ ബാലസംഘം പറയുന്നത് എല്ലാ കുട്ടികളും
സംഘം ചേരണമെന്നാണ്. സംഘം ചേരുക എന്ന് പറഞ്ഞാൽ ഒന്നിച്ചു പ്രവർത്തിക്കണം, അല്ലേ? എല്ലാവരും ഒന്നിച്ചു പ്രവർത്തിക്കണമെന്നാണ് ശ്രീനാരായണ ഗുരു പറഞ്ഞത്. സംഘടന കൊണ്ട് ശക്തരാവുക എന്നാണ്. സംഘം, ഒരു കൂട്ടമായി പ്രവർത്തിക്കണമെന്നാണ്. അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ലോകത്തിൽ പ്രഖ്യാപിക്കുന്നത് സർവ തൊഴിലാളികളെ സംഘടിക്കുമെന്നാണ്. എല്ലാവരും പറയുന്നത് നിങ്ങൾ കൂട്ടമായി പ്രവർത്തിക്കൂ എന്നാണ്. ആ കൂട്ടമായ പ്രവർത്തനത്തിലൂടെയാണ് മനുഷ്യൻ മനുഷ്യനാകുന്നത് എന്നാണ്. അല്ലെങ്കിൽ അയാൾ ജനിച്ചു എന്നേ ഉള്ളൂ, അയാൾക്ക് മനുഷ്യനായി ജീവിക്കാൻ കഴിയില്ല. മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം, എന്റെ കഴിവെന്താണ്, ഇതെല്ലാം മനസ്സിലാക്കുന്നത് കൂട്ടമായ ജീവിതത്തിലൂടെയാണ്. ഒരൊറ്റ കാര്യം കൂടി പറഞ്ഞ് നിർത്തുകയാണ്. 1929 പശ്ചിമ ബംഗാളിലെ മിഡ്നാപൂർ എന്ന് പറയുന്ന ജില്ലയിൽ ചെന്നായി വളർത്തിയ 2 കുട്ടികളെ മനുഷ്യർ വീണ്ടെടുത്തു. ആര് വളർത്തിയ കുട്ടികളാണ്? ആരാ വളർത്തിയത്? ആ കുട്ടികളെ ചെന്നായി വളർത്തിയ കുട്ടികളാണ്. ആ കുട്ടികൾ, ചെന്നായി വളർത്തിയ കുട്ടികൾ കണ്ടെത്തുമ്പോൾ ആ കുട്ടികളുടെ പ്രായം, ഒരു കുട്ടിക്ക് 2 വയസ്സ്, ഒരു കുട്ടിക്ക് 8 വയസ്സ്. അവർക്കൊരു പേര് കൊടുത്തു. മനുഷ്യൻ ഈ ചെന്നായ്ക്കളിൽ നിന്നും പിടിച്ചെടുത്തതിന് ശേഷം ഇളയ കുട്ടിക്ക്, 2 വയസ്സുള്ള കുട്ടിക്ക് അമല എന്നും 8 വയസ്സുള്ള കുട്ടിക്ക് കമല എന്നും പേര് കൊടുത്തു. ഈ കുട്ടികൾ, ഈ മനുഷ്യൻ പിടിച്ചെടുക്കുമ്പോൾ അവസ്ഥ എന്ന് പറയുന്നത് 4 കാലിലാണ് ഈ കുട്ടികൾ നടക്കുന്നത്. ഇടക്കിടക്ക് കുട്ടികൾ ഇങ്ങനെ ചെന്നായിയെ പോലെ ഓരിയിട്ട് കൊണ്ടിരിക്കും. കുട്ടികൾ ഓടിയിട്ട് തഴമ്പാണ്, ഈ കൈക്കും കാലിനും കട്ടിയുള്ള തഴമ്പാണ്. ഈ കുട്ടികൾക്ക് വേവിച്ച ഭക്ഷണം കഴിക്കാൻ കഴിയില്ല. ഈ കുട്ടികൾക്ക് പാത്രത്തിൽ ഭക്ഷണം കൊടുത്താൽ ഇത് തട്ടിമറിച്ച് കളയും. അവർക്ക് നിലത്തിട്ടിട്ട് മാത്രമേ അവർ കഴിക്കൂ. എല്ലാ പ്രവർത്തനങ്ങളും ആളുകൾ അടുത്തേക്ക് വരുമ്പോൾ ഇതിങ്ങനെ ഒരു പ്രത്യേക ശബ്ദമുണ്ടാക്കും, ചെന്നായ്ക്കൾ ഉണ്ടാക്കുന്നത് പോലെ. ഇതായിരുന്നു ആ കുട്ടികളുടെ അവസ്ഥ. ഒരക്ഷരം പറയാൻ ആ കുട്ടിക്ക് കഴിയില്ല. 2 വർഷം 3 വർഷം കൊണ്ട് ഈ ഇളയ കുട്ടി അമല എന്ന് പറയുന്ന കുട്ടി മരിച്ചു. 8 വർഷം കമല എന്ന് പറയുന്ന കുട്ടി ജീവിച്ചു. പക്ഷേ അക്ഷരം എത്ര ഒരു ഭാഷ പഠിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ആ കുട്ടിയെ ഭാഷ പഠിപ്പിക്കാൻ വേണ്ടി കഴിഞ്ഞില്ല എന്നുള്ളത്. ഞാൻ പറയുന്നത്, മനുഷ്യർ തമ്മിൽ കൂട്ടായി പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അവന്റെ ഭാഷ രൂപപ്പെടൂ, അവന്റെ ബുദ്ധി രൂപപ്പെടൂ, അവന്റെ വികാരങ്ങൾ ശരിയാകൂ. ഇതെല്ലാം രൂപപ്പെടുന്നത് കൂട്ടായ പ്രവർത്തനത്തിലൂടെയാണ്. അതുകൊണ്ട് നമ്മൾ കൂട്ടായി പ്രവർത്തിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.